അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ ആദിസ് നേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ ആവശ്യം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുകയല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കളയാതിരിക്കാൻ പെട്ടെന്ന് നോക്കണം. പിന്നെ ഒത്തിരി പേര് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാവർക്കും ഞാൻ നന്ദി പറയണം. നിങ്ങൾ ചെയ്യാനുള്ള ജോലി അത് ചെയ്ത് തുറന്നുകൊണ്ടിരിക്കട്ടെ. ആരും പറഞ്ഞില്ലെങ്കിലും കണ്ടില്ലെങ്കിലും കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം തോന്നിക്കൊണ്ട് വേണം സുവിശേഷ വേല ചെയ്യാൻ. കൃപാസനവും അച്ഛനും ഒക്കെ ഇവിടം വരെ എത്തിയത് സുവിശേഷ വേല ചെയ്താണ്, അല്ലാതെ ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനിച്ചത് കൊണ്ടല്ല. സുവിശേഷ വേല ചെയ്യണമെന്നും പരിശുദ്ധാത്മാവിനോട് മനസ്സിൽ തോന്നിച്ചു. എൻ്റെ ഉടുപ്പ് വരെ ഞാൻ ചേഞ്ച് ചെയ്ത് കളഞ്ഞാണ്. അച്ഛനായി കഴിഞ്ഞ് 1 കൊല്ലത്തിനുള്ളിൽ, അത് 87 ചേഞ്ച് ചെയ്ത. എത്ര വർഷമായി, നിങ്ങൾ പലരും ജനിച്ച് കാണത്തില്ലെന്ന്. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് പറയണത്, ദൈവം തോന്നിച്ചാൽ അത് നമ്മൾ അതിൻ്റെ വഴികളിൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയാൽ പിന്നെ ദൈവം നമ്മളങ്ങോട്ട് ഏറ്റെടുക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കൃപാസനത്തിൻ്റെ ശുശ്രൂഷകരെല്ലാം ഇതുപോലെ ദൈവം ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ. കർത്താവെ, അങ്ങയുടെ മക്കളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. ഈ പ്രാർത്ഥന ആശ്രയിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് കർത്താവെ. ഈ പ്രാർത്ഥനയെ കേട്ടിട്ട് പ്രത്യാശയോടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ പ്രാർത്ഥന കേട്ടിട്ട് സൗഖ്യപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഈ പ്രാർത്ഥന കേട്ടിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ പ്രാർത്ഥന കേട്ടിട്ട് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവ പൈതലെ നീ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ വഴിയാത്ര നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ദേവാലയത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ പ്രാർത്ഥനയിൽ നീ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. നീ കടന്നു പോകുന്ന വഴികളിലും നീ തിരിച്ചു വരുന്ന വഴികളിലും നിൻ്റെ കർത്താവ് നിനക്ക് മേഘസ്തംഭമായി രാത്രി തീത്തൂണായി നിൻ്റെ ഇരുട്ടുകളിൽ പ്രകാശമായി കർത്താവ് തിളങ്ങി നിൽക്കട്ടെ. കർത്താവേ,
ഉന്നതനായ ദൈവമേ, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ മക്കൾ അങ്ങ് തൃക്കൺ പാർക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അവർക്ക് ദൈവസ്നേഹത്താൽ നിറക്കണമേ. അവിടെ ഹൃദയങ്ങളും വാടിപ്പോയതിനെ തളർപ്പിക്കുകയും അതുപോലെ തന്നെ ആറിപ്പോയതിനെ ചൂടാക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മക്കളിലേക്ക് ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല പല കാര്യങ്ങൾ ചിലപ്പോൾ റിസൾട്ട് ലഭിച്ചപ്പോൾ തോറ്റുപോയവരുണ്ടാകും. അതേസമയം തന്നെ ചില സമയത്ത് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ അതിൻ്റെ പേര് മനസ്സിടിഞ്ഞിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാത്തവരുണ്ടാകാം. ഇങ്ങനെ ഓരോരോ തളർവാദം പിടിപെട്ട എല്ലാ മനുഷ്യരും കർത്താവെ, നീ 38 വർഷമായിട്ട് തളർവാദം പിടിപെട്ട മകൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്. കർത്താവെ, ആഗ്രഹം പോലും നഷ്ടപ്പെട്ട് കർത്താവെ തളർച്ചയുടെയും തകർച്ചയുടെയും വക്കിൽ കർത്താവെ ഇഴഞ്ഞു പോകുന്ന മനുഷ്യരുണ്ട്. അവർ നീ ഉണർത്തണമേ, ഈ പ്രഭാതത്തിൽ ഉണർത്തണമേ. അമ്മയെ പരിശുദ്ധമേ, കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ തളർന്നുപോയ മക്കള്, തളർച്ച ബാധിച്ച മക്കള് എല്ലാവരുടെയും പിന്നെ കർത്താവിൻ്റെ പ്രകാശം ഉദിക്കട്ടെ, കർത്താവിൻ്റെ ചൂട് കർത്താവ് അണയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വഴിമുട്ടിയ അവസ്ഥകൾ ഒന്നും പറയാനില്ലാത്ത രീതിയിൽ ചിലപ്പോൾ ആക്ഷേപം അനുഭവിച്ചുകൊണ്ട് അമളി പറ്റിയതുകൊണ്ട് മറ്റവരുടെ മുമ്പിൽ തല ഉയർത്താൻ പോലും പറ്റാത്ത രീതിയിൽ തലകൊമ്പിട്ട് ഒട്ടപ്പക്ഷിയെ പോലെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ആക്ഷേപങ്ങൾ അകപ്പെട്ടുകൊണ്ട് മനസ്സിടിഞ്ഞവരാണ് നീയെങ്കിൽ നിന്നിൽ ദൈവപൈതലെ ഇപ്പോൾ നിൻ്റെ ദൈവം പ്രകാശിക്കുന്നു. നിന്നിൽ കർത്താവ് നീ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കവളും നീ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുത്തവനുമാണെങ്കിൽ നിന്നെ ആരും തളർത്താനോ ഒരു കാര്യവും നിന്നെ തളർത്താനോ തകർക്കാനോ പറ്റത്തില്ല. കാര്യം നിന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വചനമാണത്. ലുക്കായുടെ ഐസയായിൻ്റെ 41:10 വചനമാണ്. ഞാൻ എൻ്റെ വിച്ചക്കരുമായ വലത്ത് കരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം നീ തോറ്റവനെ പോലെ തോന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കർത്താവ് വിജയിച്ച കർത്താവ്, മരണത്തിനെ പോലും വിജയിച്ച കർത്താവ്, അവന് അണിപ്രതാർന്ന അജയ്യമായ കരങ്ങൾ നിന്നെ താങ്ങിയെടുക്കുന്ന പ്രഭാതത്തിൽ നീ ഉണർന്നു വരികയാണ്. നീ ഈ നിമിഷം അതിന് പങ്കെടുക്കുകയാണ്. കർത്താവ് നിന്നെ സഹായിക്കട്ടെ, കർത്താവിനെ താങ്ങി നിർത്തട്ടെ. ഇന്ന് എവിടെയെല്ലാം നിനക്ക് തകർച്ച വന്നിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയെല്ലാം നീ തളർച്ച വന്നിട്ടുണ്ട്, എവിടെയെല്ലാം നീ മുറിഞ്ഞോ, എവിടെയെല്ലാം നിനക്ക് ചതവ് സംഭവിച്ചോ, എവിടെയെല്ലാം നീ മനസ്സ് ഇടിഞ്ഞു പോയോ, അവിടെയെല്ലാം പരിശുദ്ധാത്മ നിറയട്ടെ. അവിടെയെല്ലാം യേശുവിൻ്റെ നിശ്വാസത്താൽ ഊതിക്കൊണ്ട് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മ നൽകി അതേ കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്റെ നേരിൽ ഊതട്ടെ. അവിടുത്തെ ആത്മാവിൽ നീ അഭിഷേകം പ്രാപിക്കട്ടെ. എൻ്റെ കർത്താവ് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം അനുഗ്രഹമായി മാറട്ടെ. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് കർത്താവ് നമ്മളിൽ വളരാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ സൂചന ഉണ്ട്. എന്തെങ്കിലും വരുന്നല്ല, നമ്മുടെ കർത്താവ് വളരാൻ ആഗ്രഹിക്കുന്നു. നമ്മളും യോഹന്നാനെ പോലെ അത് ആഗ്രഹിക്കണം. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷമാണ് വായിക്കുന്നത് 3:29-30. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇത്രയുള്ള സംഭവം. ഇത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതാണ്. അവൻ വളരുകയും, യേശു വളരുകയും, നമ്മൾ വളരുകയും, അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ കുറയുകയും ചെയ്യണം. ഇപ്പം ഞാനില്ലേ, ഈ ഞാനാണ് മുഴുവനും പ്രശ്നം. പക്ഷേ പണ്ടേ ഒരു യോഗിയോട് ഒരുത്തൻ ചോദിച്ചേ, പ്രഭു, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം യോഗി പറഞ്ഞേ, ആ ഞാൻ എന്നുള്ളത് ആ വാക്ക് മാറ്റിയാൽ ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് പ്രവേശിച്ചുള്ളൂ എന്ന് പറഞ്ഞേ. അതാണ് അതുപോലെയുള്ള സംഭവം ഞാനെന്ന് പറഞ്ഞത്. ഇപ്പം ഞാനൊരു മരിപ്പിൽ പോയേ, ഭയങ്കര ഫോട്ടോ എടുപ്പാണ്. അടക്കാൻ നേരത്ത് ഫോട്ടോ എടുക്കുമല്ല, ചില വീഡിയോകളൊക്കെ എടുക്കും. ചിലടത്ത് അങ്ങനെ വീഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് അവരിങ്ങനെ ഓട്ടോമാറ്റിക് എടുത്തുകൊണ്ടിരിക്കും. ചില വിളിച്ചില്ലേ, കല്യാണത്തിനൊക്കെ വിളിക്കത്തില്ല ചില ആൾക്കാർ. കെട്ട് കഴിയുമ്പോൾ നാട്ടുകാരെയൊക്കെ ബന്ധുക്കളെയൊക്കെ അടുത്ത് വിളിക്കും. ചിലർ വിളിക്കും, ചിലർ വിളിക്കത്തില്ല. ചിലർ വരും, ചിലർ ആ സമയത്ത് അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്നുള്ള ഷെയിം വേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവരവിടെ നിന്ന് സ്കൂട്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഈ ഞാൻ എന്നുള്ളൊരു സാധനം എല്ലായിടത്തും ഉണ്ട്. എൻ്റെ പേര് ചൊല്ലി വിളിച്ചില്ലല്ലോ, ഞാൻ അവൻ്റെ അമ്മയുടെ അനിയത്തിയല്ലേ, എന്നെ വിളിച്ചില്ലല്ലോ, ഇപ്പോൾ ഇപ്പോൾ ആൾക്കാരെ കണ്ട് കൂട്ടുകാരെ കണ്ടപ്പോൾ പിന്നെ അവനെന്നെ മറന്നില്ലേ, അവന് നമ്മൾ മോന്തെങ്കിലും കിടക്കും. ചില ആൾക്കാർക്ക് അങ്ങനെ വിഷയമുണ്ട്, എന്തെങ്കിലും വിഷയമുണ്ട്. ഞാൻ എന്നുള്ള സംഭവം മുറിഞ്ഞു പോയാൽ ഉടനെ മോന്ത കയറ്റും ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ ഇതിനേക്ക് അതിജീവിക്കണം. നമ്മുടെ ആധ്യാത്മികത ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകരുത്.
ചില ആൾക്കാർ ഓർത്തിരിക്കും, മരണം വരെ ഓർത്തിരുമ്പോൾ, അതായത് ഞാൻ ഇങ്ങനെ പുറ്റുപോലെ പിടിച്ചിരുന്നതുകൊണ്ടാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ബാക്കിയുള്ള സ്ഥലത്ത് പ്രവേശിക്കത്തുള്ളൂ. അപ്പം അത് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് യോഹന്നാൻ മാതാവ് പറയണത്, അവൻ വളരണം. അവൻ വളരാൻ വേണ്ടി ഒരു ഒത്തുതീർപ്പും നമ്മൾ ആരോടും ചെയ്യത്തില്ല, നമ്മോട് പോലും ഒത്തുതീർക്കത്തില്ല. അവൻ വളരാൻ വേണ്ടി നിഷ്പക്ഷമായിട്ടും നിർലോഭമായിട്ടും ക്രിസ്തുവിനെ നമ്മൾ വളർത്താൻ വേണ്ടി ചിലപ്പോൾ സഹിക്കേണ്ടി വരും, ചിലപ്പോൾ കള പോട്ടെ എന്ന് വിചാരിക്കേണ്ടി വരും. എല്ലാം കർത്താവിന് വേണ്ടി ചെയ്ത് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയുകയും നമ്മളിതിനെല്ലാം ജയിച്ചില്ലെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തോൽപ്പിക്കും. അതാണ് പ്രശ്നം. ഭാവമാണല്ലേ ഇത്, ഞാനെന്താ ഭാവമില്ലേ? നമ്മളിതിനെ ജയിച്ചില്ലെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തോൽപ്പിക്കും. കർത്താവ് എല്ലാ നിമിഷങ്ങളും അവസാനം ഞാൻ ചില സമയത്തൊക്കെ ധ്യാനിക്കുമ്പോഴേ, ഒറ്റയ്ക്ക് ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ഞാൻ ചിരിക്കും. ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അപ്പായോട് സംസാരിക്കണത് ഞാൻ കേട്ടേ. എങ്ങനെ? എൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് ചില ദൈവിക ആത്മീയ സങ്കല്പങ്ങളൊക്കെ വരത്തില്ലേ? അപ്പോൾ അത് ചില സങ്കല്പമാകും, ചിലത് സത്യമുള്ള കാര്യമാകാം. പക്ഷെ ചില സങ്കല്പങ്ങൾക്കും സത്യത്തിൽ അടിസ്ഥാനം ഉണ്ടാകും. അപ്പോൾ ഈശോ ചോരപ്പ സമയത്ത് ഈ തുണി ഉരിഞ്ഞ് കളഞ്ഞായിരുന്നല്ല ഈശോയുടെ കുരിശിൽ വെച്ച്, കുരിശിന് മുമ്പ് തുണി ഉരിഞ്ഞാൽ. അപ്പോൾ അത് ഈശോ ഭയങ്കര വിഷമിച്ചൊരു കാര്യമാണ്. അതായത് ലേഡീസൊക്കെ താഴെ നിൽക്കുമ്പോഴേ, മേരിമേട്ടനൊക്കെ നിൽക്കുമ്പോഴേ അപമാനിക്കാവുന്നതിന് മാക്സിമം അപമാനിച്ച്. അപ്പോൾ ഈശോ ചെറുതാകും. ഈശോ ദൈവപിതാവ് അവന് വലുതാകാൻ വേണ്ടി ഈശോ ചെറുതായി. അതാണ് ദൈവപിതാവ് അവന് വലുതാകാൻ വേണ്ടി ഈശോ ചെറുതായി. അപ്പോൾ ക്രിസ്തു നമ്മൾ വലുതാകാൻ വേണ്ടി നമ്മൾ ചെറുതാകും. ചില സമയത്ത് നമ്മൾ ചെറുതാക്കും, ദൈവം തന്നെ ആക്കും. അപ്പോൾ ചെറുതാക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ എൻ്റെ അടിച്ചതിനൊക്കെ ഏറ്റത്തില്ല, എന്നെ പരസ്യമായിട്ട് അപമാനിച്ചതാണ്. ലോകത്തുള്ള മനുഷ്യർക്ക് എന്ത് വേണമെങ്കിലും പറയാം, ക്രിസ്തുവിനെ അറിയാത്തവർ അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മളെ ക്രിസ്തു ആകാൻ നമ്മൾ വളരേണ്ടത്. കർത്താവേ, ഞാൻ വളർന്നില്ലെങ്കിലും നീ എന്നിന് വളരെ എന്നെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ആധ്യാത്മികം ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാവോ? കാര്യം എല്ലാത്തിനെയും അതിജീവിക്കാൻ പറ്റും. എല്ലാം നമുക്ക് അധീനമാകുന്നൊരു, അതായത് ഒന്നും നമ്മൾ ഉദ്ധരിക്കത്തില്ലെന്ന് ഈശോ പറഞ്ഞത്. ലൂക്കാ 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. എന്താ കാര്യം? പാമ്പിൻ്റെയും തേളിൻ്റെയും കടലിൻ്റെ മേൽ ചവിട്ടി നടന്ന ആരാണ്? ക്രിസ്തു അല്ലേ? ആ ക്രിസ്തു നമ്മളിൽ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഇതിനെല്ലാം അതിജീവിക്കാനുള്ള കഴിവ് നൽകും. അതുകൊണ്ടാണ് ഇപ്പോൾ യോഹന്നാൻ പറയണത് അവൻ വലുതാകണമെന്ന്. എന്താണ്? പാമ്പിൻ്റെ മേൽ ചവിട്ടി നടക്കാൻ, ഒന്നും നമ്മൾ ഉപദ്രവിക്കാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ കൈപിടിച്ച് സഞ്ചരിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ആൻമരിയ. ഞാൻ പാലാ രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 11/11/2022 അതിനു മുമ്പ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ ഞാൻ ഫാം ഡി എന്ന കോഴ്സ് പഠിച്ച് പാസ്സായി. അതിനുശേഷം ഡിസംബറിൽ ഞാൻ ക്യാപ്സ് എന്ന എക്സാം, നോളജ് അസസ്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് എന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ജൂലൈയിൽ എഴുതാൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഡിസംബറിൽ തന്നെ ജോയിൻ ചെയ്തത്. വേറെ വർക്കിനൊന്നും ഞാൻ ട്രൈ ചെയ്തിരുന്നില്ല. എനിക്ക് ആ സമയത്ത് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിരുന്നു. പക്ഷേ ഇതിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതൊന്നും ഞാൻ പോയില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരുന്നില്ലായിരുന്നു. ഞങ്ങളങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ഒത്തിരി ലേറ്റായി. പക്ഷേ എത്ര നോക്കിയിട്ടും ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ല. ജൂലൈ മാസത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അതിനു മുൻപ് ഒരു മാസം മുൻപെങ്കിലും എലിജിബിലിറ്റി അസസ്മെൻറ്റ് പൂർത്തിയാക്കണം. അതിനുവേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. പക്ഷേ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്പോഴും ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നു. കോളേജിൽ ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു, ഡിഗ്രി സർട്ടിഫിക്കറ്റ് എപ്പോൾ വരുമെന്ന് അവർക്കറിയില്ല. യൂണിവേഴ്സിറ്റി വിളിച്ചു കഴിഞ്ഞാൽ ആരും ഫോണൊന്നും എടുക്കത്തുമില്ല. അങ്ങനെ ജൂലൈയിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പോഴത്തേനും 6 മാസം കഴിഞ്ഞു ഞാൻ പഠിച്ചിറങ്ങിയിട്ട്. ഞാൻ പഠിച്ച എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ലോണും ദൈവം അനുഗ്രഹിച്ച്
എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാവരും കൂടി അടച്ചു തീർത്തു. എങ്കിലും എനിക്ക് വീട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിലും 4-5 ലക്ഷം രൂപയാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന്. അത്രയും രൂപ മുടക്കുന്നതുകൊണ്ട് എനിക്കൊരു വർക്കും ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലേക്കൊരു സഹായം ചെയ്യാൻ പറ്റുന്നില്ല. എക്സാം എന്ന് എഴുതാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ വിഷമിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ നവംബറിൽ എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ നവംബറിൽ അപ്ലൈ ചെയ്യേണ്ട ടൈം ആയപ്പോഴും ഞങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും അന്വേഷിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എവിടെ അന്വേഷിച്ചാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെയൊക്കെ എൻ്റെ ഒരു ജൂനിയർ വഴിയായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ അവർ പറഞ്ഞ കുറേ ഡോക്യുമെൻറ്റ്സുമായിട്ട് എൻ്റെ ജൂനിയർ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതൊന്നും പോരാ, സ്പെഷ്യൽ കൺവൊക്കേഷൻ വഴി അല്ലാതെ വേറൊരു വഴിയും നേരത്തെ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. പക്ഷേ അതിന് 30,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, അതാണ് അതിൻ്റെ ഫീസ്, അത്രയും രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ജോലിയില്ല. ഓൾറെഡി വീട്ടിൽ എൻ്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടി ഇത് പഠിക്കാൻ വേണ്ടിയൊക്കെ കാശ് ചിലവാക്കുന്നു. പിന്നെയും ഞാൻ എല്ലാം പഠിച്ച് പാസ്സായ ശേഷം എനിക്ക് അർഹതപ്പെട്ട എൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വീണ്ടും 30,000 രൂപ മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആ സമയത്ത് മാതാവേ, എൻ്റെ കൈ കൊടുക്കാനായിട്ട് പൈസ ഇല്ല, പക്ഷേ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് നവംബറിലും എക്സാം എഴുതാനായിട്ട് പറ്റത്തില്ല. വർഷത്തിൽ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രമേ ഈ എക്സാം ഉള്ളൂ. ഇനി അടുത്ത വർഷമേ ഈ എക്സാം ഇനി ഉള്ളൂ. നവംബറിൽ എഴുതാൻ പറ്റിയില്ല, പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ പഠിക്കാനും പറ്റുന്നില്ല, എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ലാത്തത് കൊണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, നീ അപ്ലൈ ചെയ്യുക, നിനക്ക് പൈസ ഞാൻ തരാമെന്ന് എൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് വയ്യായിരുന്നെങ്കിൽ തന്നെ ഞാൻ ചെന്നൈക്ക് പോയി, എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പോയി ഞാൻ അതിനുവേണ്ടി അപ്ലൈ ചെയ്തു. അവിടെ ചെന്ന് ഞാൻ രജിസ്ട്രാറിനെ എല്ലാവരെയും കണ്ടു. ഞാൻ മൊത്തം നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവിടെ ചെന്ന് അവരെന്നോട് പറഞ്ഞു, ഒരു ഉറപ്പുമില്ല, 30-ാം തീയതി എന്നൊരു ഡേറ്റാണ് ഞാൻ അവിടെ കൊടുത്തിരുന്നത്. അതിന് മുമ്പ് കിട്ടിയാൽ മാത്രമേ എൻ്റെ എലിജിബിലിറ്റി അസസ്മെൻറ്റ് പൂർത്തിയാക്കി എനിക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഉറപ്പും പറയാനായിട്ട് സാധിക്കത്തില്ല, കാരണം കൺവൊക്കേഷനിൽ നിങ്ങളുടെ ബാച്ചിലുള്ള ആരുടെയും പേരൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് 30-ാം തീയതിക്കുള്ളിൽ കിട്ടുന്ന ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ പൈസ അടയ്ക്കേണ്ട, എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ കോൺടാക്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 30-ാം തീയതി കഴിഞ്ഞു, ഒരു 5-6 ദിവസം കൂടി കഴിഞ്ഞിട്ടും ഒരു വിവരവും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയൊക്കെ ചെറുതായിട്ട് നിർത്തി നിരാശയിലേക്ക് പോയി. അത് കഴിഞ്ഞ് 9-ാം തീയതി ആയപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കോള് വന്നു, നിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇനി ഗവർണറിൻ്റെ ഓഫീസിൽ ചെന്ന് ഒരു സീലൂടി ചെയ്താൽ മാത്രം മതി, ബാക്കിയെല്ലാം റെഡിയാണ്, നീ ആ ഫീസ് അടച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 30-ാം തീയതി എന്ന ഡേറ്റാണ് വെച്ചിരുന്നത്, ഇനി എനിക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല, എനിക്ക് നോർമൽ കൺവൊക്കേഷൻ വഴി സർട്ടിഫിക്കറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു, നിൻ്റെ ഓൾറെഡി സ്പെഷ്യൽ കൺവൊക്കേഷനിലാണ് പേര് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നിനക്കിനി നിൻ്റെ ജീവിതത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നീ ആ 30,000 രൂപ അടയ്ക്കണം, അല്ലാതെ നിനക്ക് ഒരിക്കലും സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും വിഷമിച്ചു, കാരണം എനിക്കിനി അത് കിട്ടിയിട്ട് കാര്യമില്ല. പക്ഷേ എനിക്കിനി എൻ്റെ ജീവിതത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പൈസ അടയ്ക്കുകയും വേണം. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു ചോദിച്ചു, എന്തെങ്കിലും സാധ്യതകളുണ്ടോ, ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അസസ്മെൻറ്റ് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, 8 ആഴ്ചയാണ് അതിൻ്റെ സമയം, എങ്കിലും നമുക്ക് കൊടുത്തു നോക്കാം, ചിലർക്കൊക്കെ 4-5 ആഴ്ച കൊണ്ട് കിട്ടിയവർ ഉണ്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ പെട്ടെന്ന് തന്നെ പൈസ അടച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ അതിനുശേഷവും ഒരു രീതിയിലും സർട്ടിഫിക്കറ്റിനെ പറ്റി ഒരു വിവരവും ഇല്ല. എന്നെ വിളിച്ചയാളെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു. അയാൾ എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഗവർണറുടെ ഓഫീസിലാണ് നിൻ്റെ സർട്ടിഫിക്കറ്റ്, നീ ഗവർണറിനെ വിളിച്ച് ചോദിക്കുക, എന്നെ എന്തിനാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവെ, ഒരാളെ നിയോഗിച്ച് എൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ എത്തിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം 26 ദിവസമായിട്ടും എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. പിന്നെയും വീണ്ടും അത്രയും താമസം വന്നു. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. അപ്പോൾ ഞങ്ങൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, ആരെ കൊണ്ടെങ്കിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജോസ് കെ മാണിയെ കൊണ്ട് വൈസ് ചാൻസലറിനെ വിളിപ്പിച്ചു. അങ്ങനെ റെക്കമെൻഡേഷൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ വൈസ് ചാൻസലർ അവിടെയുള്ള ഒരു സ്റ്റാഫിനെ ഏൽപ്പിച്ചു. എൻ്റെ വീട് വരെ ആ സർട്ടിഫിക്കറ്റ് എത്തുന്നോടം വരെയുള്ള ഉത്തരവാദിത്തം അയാളെ ഏൽപ്പിച്ചു. അതിനുശേഷം അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു, നിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഗവർണറുടെ ഓഫീസിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, അടുത്ത ദിവസം തന്നെ നിൻ്റെ വീട്ടിലെത്തും, അതുവരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അയാളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് എനിക്കതിൻ്റെ സോഫ്റ്റ് കോപ്പി അയാൾ എനിക്ക് വാട്സപ്പ് വഴിയായിട്ട് അയച്ചു തന്നു. ഒരിക്കലും അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി അല്ലാതെ ഒഫീഷ്യലി അയച്ചു കൊടുക്കാൻ പാടില്ല. അത് കിട്ടിയതുകൊണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ കൊണ്ടുപോയി എലിജിബിലിറ്റി അസസ്മെൻറ്റിന് കൊടുത്തു. അങ്ങനെ എലിജിബിലിറ്റി അസസ്മെൻറ്റിന് കൊടുത്ത ശേഷവും രജിസ്ട്രേഷൻ്റെ ടൈമായി, രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് ഡേ ആയി. 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ഓപ്പൺ ആയത്. അത് 17-ാം തീയതി തീരുമായിരുന്നു. ഒക്ടോബർ 17 കൊണ്ട് ഡേറ്റ് ക്ലോസ് ആവും. അപ്പോൾ അതിന് മുൻപ് അസസ്മെൻറ്റ് കഴിഞ്ഞ് എത്തിയാൽ മാത്രമേ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ
എത്ര ദിവസം കഴിഞ്ഞിട്ട് അസസ്മെൻറ്റ് വരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് അവിടെയുള്ള എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ രജിസ്റ്റർ ചെയ്തു. അപ്പോഴത്തേനും സീറ്റെല്ലാം ഫില്ലായി. എല്ലായിടത്തും 3-ാമത്തെ ദിവസം 3 ദിവസമായിട്ടാണ് എക്സാം നടക്കുന്നത്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും തന്നെ 3-ാമത്തെ ദിവസമേ മാക്സിമം ഡേറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുള്ളൂ. ഫസ്റ്റ് ഡേ ആൻഡ് സെക്കൻഡ് ഡേ എഴുതി കഴിഞ്ഞാൽ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തേർഡ് ഡേ ഡേറ്റ് എടുക്കാറുള്ളൂ. തേർഡ് ഡേ എല്ലായിടത്തും ഫില്ലായി. ഞങ്ങളുടെ കൂടെയുള്ള 2 പേർക്ക് അന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടും സെക്കൻഡ് ഡേ മാത്രമേ കിട്ടിയുള്ളൂ. പലരും പലയിടത്താണ് രജിസ്റ്റർ ചെയ്തത്. സാധാരണ എല്ലാവർക്കും ഒരിടത്ത് കിട്ടാറുള്ളതാണ്. അത്രയും റഷായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എഴുതാനായിട്ട്. അങ്ങനെ ഡേറ്റ് എല്ലാം ഫില്ലായി. അപ്പം എനിക്ക് ഇവരായിട്ടെല്ലാം ഭയങ്കര കൂട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിവേ ഞാനും ഇവരുടെ കൂടെ ചെന്നൈയിലാണ് അവർ എക്സാം എഴുതാൻ പോകുന്നത്, വെറുതെ ചെന്നൈക്ക് പോവാം എന്നിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്കും കൂടി നിങ്ങളുടെ കൂടെ ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ചെന്നൈയിൽ ഇനി സീറ്റില്ല, പക്ഷേ ഹൈദരാബാദിൽ ഒരു സീറ്റ് കാണിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കാരണവശാൽ 2 ദിവസത്തിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് അങ്ങോട്ട് പോകണം, അപ്പോൾ എടുക്കണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടന്ന് വിഷമായി. ഇവർ അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റും എടുത്തു, എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കാര്യങ്ങളും ശരിയാകുന്നില്ലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നിടത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ കൃപാസനത്തിൽ വരാനായിട്ട് തീരുമാനിച്ചു. കൃപാസനത്തിൽ വന്നു. അച്ഛൻ അന്നുണ്ട് എന്ന് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ വിളിച്ചപ്പോൾ കിട്ടിയതാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരിക്കലും കിട്ടാറില്ലായിരുന്നു. അങ്ങനെ കിട്ടി. അപ്പം അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന ശേഷമാണെങ്കിലും ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ട് പുതുക്കാത്ത അമ്മയാണ് ഉടമ്പടി എടുത്ത്. അമ്മ കുറേ പ്രാവശ്യം പുതുക്കിയിട്ടുണ്ട്, എങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ട് അച്ഛനെ കാണാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും തടസ്സങ്ങൾ മാറാനുള്ള സ്ലിപ്പ് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ എന്നോട് ചോദിച്ചു 17-ാം തീയതി അല്ലേ ലാസ്റ്റ് ദിവസം അന്ന് കിട്ടിയാൽ മതിയോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ ഇനി സീറ്റുകളൊന്നുമില്ല, ഇനി ശ്രീലങ്കയിലൊക്കെയാണ് സീറ്റ് കാണിക്കുന്നത്, അവിടെ ഒന്നും പോയി എഴുതാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഇവിടെ OET IELTS അങ്ങനെയുള്ള എക്സാംസിനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഓർത്തു ദൈവമേ എനിക്കും എക്സാം എഴുതാനുള്ളതാണ്, എനിക്ക് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നാൽ കിട്ടും എന്ന് എനിക്കറിയാം. അപ്പോൾ അച്ഛൻ അവരുടെ തലയിൽ കുരിശ് വരച്ചപ്പോൾ ഞാൻ എൻ്റെ തലയിലും കുരിശ് വരച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലപോലെ എക്സാം എഴുതാൻ പറ്റണേ, എനിക്ക് കിട്ടണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ ഒന്നുകൂടെ കൊണ്ടുപോയി എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തിരിച്ചു പോയി. അവിടെ എത്തിയപ്പം അതിൻ്റെ ഓണർ എന്നെ കൂട്ടാനായിട്ട് വന്നു. ഓണർ എന്നോട് പറഞ്ഞു നിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്, ഇനി ഒരു ഫോട്ടോയുടെ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, അത് 1 അവറിനുള്ളിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പറഞ്ഞു. ഫോട്ടോ അയച്ചു കൊടുത്തു. അന്ന് തന്നെ എൻ്റെ എല്ലാം ശരിയായി. മാത്രമല്ല ചെന്നൈയിലെ ഡേറ്റ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അത് നോക്കിയിരുന്ന ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, എല്ലാ ഡേറ്റ്സും ക്ലോസ് ആയതാണ്, പക്ഷേ ചെന്നൈയിൽ ഒരു സീറ്റ് മിച്ചമുണ്ട്, നിനക്ക് വേണ്ടി അത് ബുക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നിനക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ബുക്ക് ചെയ്തു. പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്ക് അധികം പഠിത്തത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളും ക്ലാസ്സുകളെല്ലാം കേട്ടോണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ എക്സാമിന് പോയി. അമ്മയുടെ ഉടമ്പടി കാശ് രൂപം പിടിച്ചാണ് ഞാൻ എക്സാം എഴുതിയത്. അതിൻ്റെ കൂടെ ഉടമ്പടി തൈലം 2 കയ്യിലും പുരട്ടി, അതുപോലെ ഉപ്പ് ഞാൻ എക്സാം ഹാളിൽ ഞാൻ കുറച്ച് കയ്യിലിങ്ങനെ വെച്ചുകൊണ്ട് പോയിരുന്നു. അതുപോലെ മൗസിലാണെങ്കിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾക്ക് എക്സാം പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഓരോ വിഷയത്തിനും 50% മാർക്ക് വീതം വരണം. പക്ഷേ ഓരോ സബ്ജക്റ്റും ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് ഒരു ക്വസ്റ്റ്യനൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന വിഷയത്തിന് ആകെപ്പാടെ ഒരു ക്വസ്റ്റ്യനേ വന്നുള്ളൂ. ആദ്യം ഞാനതിന് ശരിയുത്തരം എഴുതി. പക്ഷേ അത് കഴിഞ്ഞ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം മാറ്റി വേറെ ഇത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആ ഉത്തരം തെറ്റാണ്. ബാക്കി എത്ര മാർക്ക് കിട്ടി, 99 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിന് ആ ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഫുൾ എക്സാമും നമ്മൾ തോറ്റുപോകും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നവംബറിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ആ എക്സാം എഴുതാൻ പോയപ്പോൾ അത്രയും ടെൻഷനിലായിരുന്നു. പക്ഷേ ഇത് തെറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര ടെൻഷനായിരുന്നു. നല്ലതുപോലെ പ്രാർത്ഥിച്ചു, ക്ലാസ്സുകൾ കേട്ടു, ഉടമ്പടി നല്ല കൃത്യമായിട്ട് തന്നെ പാലിച്ചുകൊണ്ട് പോന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പം ഞങ്ങൾ എല്ലാവരും പാസ്സായി. അതുപോലെ അവിടെയുള്ള എല്ലാവരോടും ഞാൻ മാതാവിനെ പറ്റി പറഞ്ഞ് എൻ്റെ ഈ സംഭവം ഇങ്ങനെ സീറ്റ് കിട്ടാതെ വന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ളവർക്കെല്ലാം നല്ല വിശ്വാസമായിരുന്നു. അവരെല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ എല്ലാവരും തന്നെ ഉടമ്പടി എടുത്തു. അവർക്ക് വേണ്ടി കൂടി ഞാൻ സാക്ഷ്യം പറയുകയാണ്. എല്ലാവരും പാസ്സാവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു 35-40 വർഷമായിട്ട് ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു, റോഡില്ലായിരുന്നു. അപ്പം അവരുടെ അടുത്തുള്ളവരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ വഴി വെട്ടാനുള്ള സ്ഥലം ഞങ്ങൾ തരാം, അല്ലെങ്കിൽ തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പം അമ്മ ഉടമ്പടി എടുത്ത ശേഷം ആ സ്ഥലം അവർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു ഞങ്ങൾ വഴി വെട്ടാനായിട്ട് സ്ഥലം തരാമെന്ന് പറഞ്ഞു. ഇപ്പം അതിലെ കൂടി പഞ്ചായത്ത് റോഡ് വന്നു. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എല്ലാവർക്കും പത്രം വിതരണം ചെയ്തതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു ഓൾഡ് ഏജ് കെയർ ഹോം ഉണ്ടായിരുന്നു. അതുപോലെ വയ്യാത്ത കുട്ടികളുടെ ഒരു ആലയം ഉണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ അവർക്ക് വേണ്ടി സേവനമൊക്കെ ചെയ്യുമായിരുന്നു. ശേഷം എനിക്ക് ഒരു നല്ല ജോലി കിട്ടണമെന്ന് അമ്മ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിപ്പിക്കാനായിട്ട് എനിക്കൊരു ജോലി കിട്ടി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ദൈവത്തിന് മഹത്വം. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പുറപ്പാട്
20 അധ്യായം 24 വാക്യമാണ്. ഫാം ഡി ഗ്രാജുവേറ്റ് ആയ ഡോക്ടർ ആൻമരിയ ജോസാണ് ഇപ്പോൾ നമ്മോട് അനുഭവ സാക്ഷ്യത്തിലൂടെ സംസാരിച്ചത്. ക്യാപ്സ് എന്ന് പറയുന്ന ഒരു എക്സാം അറ്റൻഡ് ചെയ്യുവാനായിട്ട് ആൻമരിയയ്ക്കുണ്ടായ കുറേയേറെ തടസ്സങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആയിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും, ഓരോ ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും. അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അത് കിട്ടാൻ യോഗ്യത ഉള്ളവളാണ് ഈ കുട്ടി, എന്നാൽ അത് കിട്ടുന്നില്ല. അങ്ങനെ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി തന്നെ കുറേയേറെ ദിവസം ഈ മകൾ അതിനുവേണ്ടി തന്നെ പല രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ നേരിടുകയാണ്. അങ്ങനെ പല രീതിയിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ മകൾക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ഭൂമിയിലേക്ക് നയിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്നു മാത്രമാണ്. ആകാശത്ത് നിന്ന് അജ്ഞാതമായ അപ്പം വർഷിക്കാനും മരുഭൂമിയിൽ മേഘത്തണലായി നിൽക്കാനും ഞാൻ നിൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇസ്രായേൽ ജനതയ്ക്ക് കൂടെയുണ്ടായ ദൈവ സാന്നിധ്യം, അതാണ് ആൻമരിയ ജോസിനും കൂട്ടായി വന്നത്. ആ മകൾ പറഞ്ഞു, ഞാൻ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്തു എന്ന്. എങ്ങനെയാണ് ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യുക? അതും ആ കുട്ടി പറഞ്ഞു. അതായത് ഉടമ്പടി പത്രം അത് വിതരണം ചെയ്യുവാനായിട്ട് ഉത്സാഹം കാണിച്ചു. കൂട്ടുകാരോടും അതുപോലെ പരീക്ഷാ സെൻറ്ററിൽ താൻ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ കൃപാസനത്തെക്കുറിച്ച് പറയുവാൻ, കൃപാസന അമ്മയുടെ അടുത്ത് വന്നാൽ എനിക്കുണ്ടായ ഈ തടസ്സങ്ങളൊക്കെ എൻ്റെ ഉടമ്പടി പ്രാർത്ഥന വഴിയാണ് എല്ലാം മാറിയത്. അപ്പോൾ നിങ്ങളും അവിടെ വന്ന് പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണം. അതൊരു സുവിശേഷ പ്രഘോഷണമാണ്. അങ്ങനെ ഈ മകൾ പലതിനും മുൻപോട്ട് വന്നു. അതുപോലെ ഓൾഡ് ഏജ് ഹോം, അവിടെ കെയർ ഹോം, അവിടെ പോയി ആ മക്കളെ ശുശ്രൂഷിക്കുവാനുള്ള മനസ്സ് കാട്ടി. തിരുവചന വായന, അതിന് ഈ മകൾ സമയമെടുത്തു. തൻ്റെ വീട്ടുകാർ തനിക്ക് വേണ്ടി ഒത്തിരിയേറെ ബുദ്ധിമുട്ടി തന്നെ പഠിപ്പിച്ചു. ഇനിയെങ്കിലും അവർക്ക് വേണ്ടി ഞാനൊരു ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ എൻ്റെ വീടിന് വേണ്ടി സമ്പാദിക്കണം. ആ ഒരു ലക്ഷ്യം മാത്രമാണ് ആൻമരിയയുടെ മുമ്പിലുള്ളത്. പക്ഷേ അതിനുവേണ്ടി ആൻമരിയ കടക്കേണ്ടിയിരുന്നത് കുറേയേറെ തടസ്സങ്ങളെയാണ്. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ അമ്മ മാതാവ് ഈ മകൾക്ക് മാറ്റി കൊടുക്കുന്നു. ഈ മകളുടെ നല്ല മനസ്സ് കണ്ട അമ്മ പുത്രനോട് പറയുകയാണ്, മകനെ ആ തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണം. അതാണ് അമ്മ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്ത ഈ മകളുടെ സാക്ഷ്യം, ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നിർവഹിച്ച ഈ മകളുടെ സാക്ഷ്യം, ഒരിക്കലും നടക്കില്ല എന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അതെങ്ങനെയാണെന്ന് നാം ഇപ്പോൾ ഇവിടെ കേട്ട് കഴിഞ്ഞതാണ്. അത് ഇനിയും സിസ്റ്റർ വിവരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായും ഒരു ബലമാകട്ടെ ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് ഓരോരുത്തർക്കും. ആ ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും ദൈവം അനുഗ്രഹം വർഷിക്കും, കൃപ വർഷിക്കും. 40 വർഷത്തോളമായി തങ്ങൾക്ക് അവരുടെ തന്നെ ഒരു പറമ്പ്, അതിലേക്ക് പോകുവാൻ വഴിയില്ല. അപ്പോൾ അതും ഉടമ്പടി നിയോഗമായിട്ട് വയ്ക്കുകയാണ്. ആ വഴിയും അവർക്ക് തരില്ല എന്ന് പറഞ്ഞ വ്യക്തികൾ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ വഴി തരാം, നിങ്ങളും മറ്റൊരാൾക്ക് വഴി കൊടുത്താൽ മതി എന്ന്. ആ വഴി കൊടുക്കുവാൻ ഇവർ സന്തോഷത്തോടെ അതിന് തയ്യാറായി. അതോടൊപ്പം തന്നെ ഇവർക്കും വഴി കിട്ടുന്നു. ഇങ്ങനെ ഒത്തിരിയേറെ വഴികളാണ് ഉടമ്പടി നമ്മുടെ മുൻപിൽ തുറക്കുക. അടഞ്ഞുപോയ വഴികളൊക്കെ ഉടമ്പടിയിലൂടെ തുറക്കപ്പെടുകയാണ്. നമുക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.